പ്രിയപ്പെട്ടവരെ, ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപ്രധാനവുമായ സർവകലാശാലകളിൽ ഒന്നായ ട്യൂബിംഗൻ സർവകലാശാലയെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഇത്തവണത്തെ ജർമ്മൻ യാത്രയിൽ പ്രകാശിനും പ്രൊഫസർ അന്നക്കുട്ടിക്കുമൊപ്പം അറിവിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഈ മഹാക്ഷേത്രം, ഈ വിജ്ഞാനക്ഷേത്രം സന്ദർശിക്കാൻ കഴിഞ്ഞത് എനിക്ക് മറക്കാനാവാത്തൊരനുഭവമായിരുന്നു കേട്ടോ. 1477 സ്ഥാപിതമായ ഈ സർവകലാശാലയ്ക്ക് 5½ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. യൂറോപ്പിലെ നവോത്ഥാനത്തിനും ശാസ്ത്ര തത്വചിന്തകൾക്കും വലിയ സംഭാവന നൽകിയൊരു സ്ഥാപനമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇന്ന് ലോകത്തിലെ മികച്ച ഗവേഷണശാലകളിൽ ഒന്നായ ഈ സ്ഥലത്താണല്ലോ വന്നത് എന്ന് ഞാൻ അതിശയിക്കുകയായിരുന്നു. ഗ്ലാസ്ഗോ സർവകലാശാലയിലെ ദക്ഷിണേന്ത്യൻ മതങ്ങളിലെ സീനിയർ ലെക്ചററാണ് ശ്രീമതി ഒഫീറ ഗാംലിയൽ. കേരള ചരിത്രവും സംസ്കാരവും മലയാള ഭാഷയും സാഹിത്യവും പശ്ചിമേഷ്യയിലുടനീളമുള്ള മതാന്തര ബന്ധങ്ങൾ ഇവയൊക്കെയാണ് അവർ ഗവേഷണം നടത്തുന്നത് കേട്ടോ. അപ്പം നിലവിൽ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഇൻഡോളജി വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രോ വിഭാഗമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സമുദ്ര വ്യാപാര ശൃംഖലകളുടെ പ്രകടനവും വംശനാശ ഭീഷണി നേരിടുന്ന സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനും അവരുടെ കൃതികളിൽ വ്യാപിച്ചിരിക്കുന്നു. അവരുടെ ഏറ്റവും പുതിയ പുസ്തകം സൗത്ത് ഇന്ത്യയിൽ ജൂതമതം 849-1489 ജൂതറി ആണ്. 2023 ARC ഹ്യൂമാനിറ്റീസ് പ്രസ്സാണ് കേട്ടോ അത് ഇറക്കിയത്. അത് അവരുടെ പുസ്തകത്തിൽ അത് എഴുതും. AHRCയിൽ കാര്യമായ ഗവേഷണവും അവർ നേടിയിട്ടുണ്ട്. മലയാളം റിസർച്ച് സ്കോളറായ 2 പെൺകുട്ടികൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ഒരാൾ കൂടിയാട്ടവും മറ്റേയാൾ ചവിട്ട് നാടകവുമാണ് കേട്ടോ. PhD വിഷയങ്ങളായിട്ട് എടുത്തിട്ടുള്ള നല്ല മിടുക്കിയ കുട്ടികളാണ്. ഇവരുമായിട്ട് ഞങ്ങൾ അടുത്ത ബന്ധം ആയി അവിടെ എത്തിയിട്ട്. പിന്നെ ഒഫീറ മേഡം അസലായിട്ട് മലയാളം പറയും കേട്ടോ. കണ്ടാൽ നമ്മളൊരു ഇന്ത്യക്കാരിയാണെന്നേ തോന്നുള്ളൂ. അപ്പം അവരുടെ വേഷവും ഇന്ത്യൻ വേഷമായ കുർത്തയാണ് അവർ ധരിച്ചിട്ടുള്ളത് കേട്ടോ. അവരൊരു വിദേശിയാണെന്ന് നമുക്ക് തോന്നില്ല, കാരണം നന്നായിട്ട് മലയാളം പറയുന്നു. പിന്നെ ഒരു വിദേശിയായിട്ടുള്ള ഒരു UK-കാരി എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് മലയാളം പറയുന്നത് നമ്മൾ അതിശയിക്കും. അപ്പോൾ DFG ബ്രിട്ടീഷ് ലൈബ്രറിയുടെ വംശഭീഷണി നേരിടുന്ന ആർക്കൈവ്സ് പ്രോഗ്രാം പ്രൊജക്റ്റുകൾ എന്നിവ പരിസ്ഥിതി സെൻസിറ്റീവ് തീരമേഖലകളിലെ മലബാർ കോണ്ടാസ് വിജ്ഞാന സംവിധാനങ്ങളിലൂടെയാണ് ഹിന്ദു മുസ്ലിം ജൂത ഉത്ഭവ ഇതിഹാസങ്ങളെ ഇവർ പരിശോധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടെ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ജർമ്മനിക്ക് പുറമെ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ട്യൂബിംഗൻ ഒരു യഥാർത്ഥ അന്തർദേശീയ വിജ്ഞാന നഗരമാണ്. വൈദ്യശാസ്ത്രം, ജീവശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം, ഭാഷാശാസ്ത്രം, കൃത്രിമ ബുദ്ധി തുടങ്ങി നിരവധി മേഖലകളിൽ ഈ സർവകലാശാല ലോകോത്തര ഗവേഷണങ്ങൾ നടത്തുന്നു. നിരവധി നോബൽ സമ്മാന ജേതാക്കൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അതിൻ്റെ മഹത്വം അങ്ങനെ നമുക്ക് വ്യക്തമാവുന്നു. ക്യാമ്പസിലൂടെ ഞാൻ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആ ട്യൂബിംഗൻ നഗരമാണ് നമ്മൾ കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ ചരിത്ര സൗന്ദര്യമായിരുന്നു. പുരാതന കെട്ടിടങ്ങൾ, മനോഹരമായ നടപ്പാതകൾ, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന അന്തരീക്ഷം, ഇതെല്ലാം വിജ്ഞാനത്തെ ആദരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ ഏറ്റവും സ്പർശിച്ചത് അവിടുത്തെ അക്കാദമിക സ്വാതന്ത്ര്യവും വായനയുടെ സംസ്കാരവുമാണ് കേട്ടോ. പുസ്തകങ്ങൾ വെറും അറിവിൻ്റെ ശേഖരമല്ല, പുതിയ ആശയങ്ങളുടെ ജന്മസ്ഥലമാണെന്ന സന്ദേശമാണ് ഈ സർവകലാശാല നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ട്യൂബിംഗൻ നഗരം തന്നെയും ഒരു സർവകലാശാല നഗരമായിട്ടാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളുടെ ചൈതന്യവും ചരിത്രത്തിൻ്റെ ഗാംഭീര്യവും പ്രകൃതിയുടെ മനോഹാരിതയും ഇവിടെ ഒത്തുചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഈ നഗരം യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ സർവകലാശാല നഗരങ്ങളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കേട്ടോ. ഈ സന്ദർശനം എനിക്കൊരു കാഴ്ചാനുഭവം മാത്രമായിരുന്നില്ല. അറിവിനെയും ഗവേഷണത്തെയും ലോകസാഹിത്യത്തെയും കൂടുതൽ ആദരിക്കാൻ പ്രചോദനം നൽകിയ
ഒരു അനുഭവമായിരുന്നു കേട്ടോ. പിന്നെ അത് എൻ്റെ പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറി ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന യാത്രാവിവരണം അസർബൈജാനിലെ അരുണോദയ, അതും പിന്നെ അതിന് യാത്രാവിവരണം തന്നെയാണല്ലോ. പിന്നെ എം ടിയെക്കുറിച്ചുള്ള പുസ്തകം കഭി കഭി മേരെ ദിൽ മേ എന്ന് പറഞ്ഞാൽ എൻ്റെ 101-ാമത്തെ പുസ്തകം. ഇതൊക്കെ അവിടെ ഞാൻ കൊടുത്തു കേട്ടോ, സംഭാവന ചെയ്തു. സന്തോഷം. പിന്നെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് ഞാൻ തിരികെ വന്നത് നൂറ്റാണ്ടുകളുടെ വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ പ്രചോദനവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ. ഒരു എഴുത്തുകാരിയുടെ ജീവിതത്തിൽ ഇത്തരം യാത്രകൾ പുതിയ ചിന്തകൾക്കും പുതിയ സൃഷ്ടികൾക്കും വഴിയൊരുക്കുന്ന അമൂല്യമായ അനുഭവങ്ങളായി എന്നും നിലനിൽക്കും. എല്ലാവർക്കും നന്ദി പ്രിയരെ.